ഒരു സീക്രട്ട് കോഡാണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. കോഡ് ഇതാണ്, മാപ്പ് ആർ. നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠിച്ചിറങ്ങിയ സ്ഥാപനമെന്ന ആ ഒരു വലിയ റെക്കോർഡിലേക്ക് സ്പീക്ക് ഇംഗ്ലീഷ് അക്കാദമിക്ക് എത്താൻ സാധിച്ചത് ഈ ഒരു ഫോർമുല, മാപ്പ് ആർ എന്ന് പറയുന്ന ഫോർമുല ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേറെ ഒരു സ്ഥാപനത്തിൽ പോയാലും ഈ ഒരു ഫോർമുല കാണാൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് മാപ്പ് ആർ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സക്സസ് സീക്രട്ട് നോക്കാം. ഏതാണ്? എം മീൻസ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇത് സ്പീക്കേഴ്സിൽ മാത്രം കാണുന്ന ഒരു യുണീക്ക് ക്വാളിറ്റിയാണിത്. അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ കാണുന്ന ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ? എങ്ങനെയാണ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, V1, V2, V3 ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പഠന രീതിയാണ് പൊതുവെ നിലവിലുള്ളത്. എന്നാൽ സ്പീക്കേഴ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 20 യുണീക്ക് കോഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്പീക്കേഴ്സ് ഇംഗ്ലീഷ് അക്കാദമി നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. പ്രണയം ടെക്നിക്, ഉണ്ടപ്പൻ ടെക്നിക്, ദുശീലം ടെക്നിക്, ഇങ്ങനെ പോകുന്നു സ്പീക്കേഴ്സിയുടെ രസകരമായിട്ടുള്ള കോഡുകൾ. അപ്പൊ ഞാനിത് എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് സാധാരണ മെത്തേഡിൽ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഒരു വിഷയമുണ്ട്. മണിക്കൂറുകൾ എടുത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന വിഷയമാണത്. ഇത് നമ്മളുടെ മെത്തേഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു സിമ്പിൾ കോഡാണ് നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. കോഡ് ഇതാണ്, ദുശീലം. അതായത് ശീലങ്ങൾ, ഹാബിച്വൽ ആക്ഷൻസ്. നമുക്ക് എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും ഇനീഷ്യലി നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? ഡു ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഒരാളോട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാറുണ്ടോ ഇങ്ങനെ ചോദിക്കാം, ഡു യു ഡ്രൈവ് അല്ലേ? നിങ്ങൾ വാട്സാപ്പ് യൂസ് ചെയ്യാറുണ്ടോ ഇങ്ങനെ ചോദിക്കാം, ഡു യു യൂസ് വാട്സാപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഹാബിച്വൽ ആക്ഷൻസ് ചോദിക്കേണ്ടത് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ പഠിച്ചെടുത്തു. അപ്പൊ ഇതുപോലെ കോഡുകളിലൂടെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. മാത്രമല്ല വളരെ കുറഞ്ഞ സമയം മാത്രം നമുക്ക് പഠിച്ചെടുക്കാൻ ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. സക്സസ് ഫോർമുലയിലെ രണ്ടാമത്തെ പോയിന്റ് എ മീൻസ് ആപ്പ്. സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നത് മൊബൈൽ ആപ്പിലൂടെയാണ്. നിങ്ങൾക്കറിയാം, സാധാരണ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ചറപറ ഓഡിയോ മെസ്സേജ് അയക്കുന്ന അറുബോറൻ പഴഞ്ചൻ രീതിയായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാകുക. പക്ഷെ സ്പീക്ക് ഈസിയിൽ നിങ്ങൾക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് HD വീഡിയോ ക്ലാസ്സിലൂടെ മൊബൈൽ ആപ്പ് വഴിയാണ് ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. മൂന്നാമത്തെ പോയിന്റ് P, അതായത് പ്രാക്ടീസ്. നമുക്കറിയാം, ഏതൊരു ഭാഷയിലും നമ്മൾ ഫ്ലുവന്റ് ആകണമെന്നുണ്ടെങ്കിൽ, എക്സ്പെർട്ട് ആകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പീക്ക് ഇംഗ്ലീഷ് അക്കാദമിയിൽ 80% സമയവും നമ്മൾ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതും നല്ല ഫ്രണ്ടിനെ പോലെ കട്ടക്ക് നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു പേഴ്സണൽ ട്രെയിനറെ കൂടെ നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ അടിപൊളിയാകാൻ സാധിക്കും. The fourth secret is R. R means result or refund. സ്പീക്ക് ഇംഗ്ലീഷ് അക്കാദമി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ റിസൾട്ട് അത് 100% ഗ്യാരണ്ടീഡ് ആണ്. ഇനി അഥവാ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ 100% സ്പീക്ക് റീഫണ്ട് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനം അത് സ്പീക്ക് ഈസിലാണെങ്കിൽ ഇനി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വേറെ ഒരു സ്ഥാപനത്തിലും പോകേണ്ടി വരില്ല. അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഒന്നാമതായിട്ട്, സ്പീക്ക് ഇംഗ്ലീഷ് അക്കാദമിയിൽ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ റിവ്യൂസ് നിങ്ങൾക്ക് ഗൂഗിളിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കി സ്പീക്ക് ഈസിയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട്, സ്പീക്ക് ഇംഗ്ലീഷ് അക്കാദമിയിൽ ബേസിക് ക്ലാസ് മുതൽ അഡ്വാൻസ് ക്ലാസ് വരെ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ബാച്ചാണ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവൽ മനസ്സിലാക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. സോ നിങ്ങളുടെ ലെവൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇംഗ്ലീഷിലെ പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാനേജറുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങൾക്ക് കറക്റ്റ് ബാച്ച് എടുക്കാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ലൈഫിലെ വിജയം നിർണ്ണയിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനം അത് സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമിയിലാണെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു സ്ഥാപനത്തിലും പോകേണ്ടി വരില്ല. ധൈര്യത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ദ സീക്രട്ട് കോമ്പിനേഷൻ ഓഫ് മാപ്പ് ആർ that will make amazing result in your language. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശരിയായ തീരുമാനം സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി. സ്പോക്കൺ ഇംഗ്ലീഷ്, IELTS and OET.